യാസർ താമസിച്ചത് ഷിബിലയുടെ വീട് ഇതാണ്, തൊട്ടടുത്ത വീട്ടിലാണ്. ഇവര് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു. യാസറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരാളല്ലായിരുന്നു. കുറച്ച് സമയങ്ങൾ നന്നായിട്ട് ജീവിച്ചു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. 4 മാസമായി ഷിബില ഇവിടെ തന്നെയാണ്. കൃത്യം 7 മണിക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണ് കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നപ്പം വേറെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല, നേരെ വന്ന് ഷിബിലയെ ആക്രമിക്കുകയായിരുന്നുണ്ടായിരുന്നു. കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കഴുത്തിന് കുത്തി, തുടരെ കുത്തി. അത് തടക്കാൻ വന്നിട്ടുള്ള ഉപ്പയും കുത്തി. എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 28-ാം തീയതി ഷിബില പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. എല്ലാ പോലീസുകാരെയും ഞാൻ പറയുന്നില്ല, ചിലത് പറയുന്നത് ഭീഷണി ഞങ്ങൾക്ക് കേസെടുക്കാനോ നിർവാഹം, നിങ്ങളത് കോടതിയിൽ കൊടുത്തിട്ട് വരണം. മയക്കുമരുന്ന് മാഫിയയുടെ ഭീഷണി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തമാശ കളിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമല്ല. അത് അവർ പിന്നെ ചെയ്യുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് കാണാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. നമസ്കാരം. താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ക്രൂരതയ്ക്കിരയായി ഷിബില എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ട് ദിവസങ്ങൾ പോലുമായിട്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ മരണത്തിന് ഭർത്താവായ യാസറിനോടൊപ്പം തന്നെ പോലീസുകാരും കാരണക്കാരാണ് എന്ന് ആരോപിക്കുകയാണ് കുടുംബം. മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, തനിക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞ ആ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ പ്രതിയായ യാസറും, അതായത് ഭർത്താവായ യാസറും ഷിബിലയും തമ്മിൽ മുൻപ് പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് വീട്ടുകാർ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. ഈ യാസർ താമസിച്ചത് ഷിബിലയുടെ വീട് ഇതാണ്, തൊട്ടടുത്ത വീട്ടിലാണ്, ഈ തൊട്ടടുത്ത സ്ഥലത്താണ്. ഇവര് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു. നിക്കാഹ് ചെയ്തു തരാൻ ആദ്യം വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഇവർ രജിസ്റ്റർ വിവാഹം ചെയ്തു. പിന്നെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വീട്ടുകാർ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീട്ടുകാർ സമ്മതിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? യാസറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരാളല്ലായിരുന്നു നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഈ ഷിബിലയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയങ്ങൾ നന്നായിട്ട് ജീവിച്ചു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പം 4 മാസമായി ഷിബില ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്. വീട്ടിലാണെങ്കിൽ പോലും ഈ യാസർ ഇടയ്ക്കിടയ്ക്ക് വരും, വന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ തിരിച്ചു പോകും. ഇന്നലെ 12 മണിയോടുകൂടി യാസർ ഇവിടെ വന്നതാണ്. വീട്ടിൽ വന്ന് എന്തോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ചെറിയ വാക്ക് തർക്കമുണ്ടായി. പിന്നീട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ 7 മണിക്ക്, കൃത്യം 7 മണിക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണ് കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നപ്പം വേറെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല, നേരെ വന്ന് ഈ ഷിബിലയെ ആക്രമിക്കുകയായിരുന്നുണ്ടായിരുന്നു. കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കഴുത്തിന് കുത്തി. ഷിബില ഇറങ്ങി പുറത്തേക്ക് ഓടി. പിന്നെ തിരിച്ച് പിന്നാലെ വന്ന് വീണ്ടും തുടരെ കുത്തി. അത് തടക്കാൻ വന്നിട്ടുള്ള ഉപ്പയും കുത്തി. ഉപ്പയ്ക്ക് തലക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉമ്മ വന്നു, ഉമ്മയും കുത്തി പരിക്കേൽപ്പിച്ചു. കൈയുടെ ഷോൾഡറിനാണ് ഉമ്മക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉമ്മയും ഉപ്പയും മെഡിക്കൽ കോളേജിലാണ്. ഇതിനു മുമ്പ് ഷിബിലയുടെ കുടുംബം ഈ യാസറിനെതിരായിട്ട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ഈ യാസറിനെതിരെ ഷിബില പോലീസിൽ പരാതി നൽകിയതാണ്. എൻ്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കുന്നുണ്ട്, ലഹരി അടിച്ചുകൊണ്ട് പല മാനസികാവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 28-ാം തീയതി ഷിബില പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ്. കാരണം ഈ സമാനമായ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇരകളായ ആളുകൾ, കൊല്ലപ്പെടുന്ന ആളുകൾ തങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നടന്നിരുന്നു. അതിനൊന്നും ആക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പല ആളുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മരണപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട ഷിബില, എനിക്ക് വധഭീഷണിയുണ്ട്, എൻ്റെ ഭർത്താവിൽ നിന്ന് ആക്രമണം നേരിടുന്നുണ്ട്, എൻ്റെ ഭർത്താവ് രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ എന്നോട് പെരുമാറുന്നുണ്ട്, എനിക്ക് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 28-ാം തീയതി പോലീസിൽ പരാതി കൊടുത്തതാണ്. പക്ഷേ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ ഒരു അവസരത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ നൗഷാദ് തെക്കയിൽ നമ്മളുടെ കൂടെയുണ്ട്. ഇപ്പം കേരള പോലീസിന് എന്താണ് കേസെടുക്കാൻ ഇത്ര മടി?
ആരെന്ത് വിഷയമായിട്ട് സമീപിച്ചു കഴിഞ്ഞാലും ഇവർ ആദ്യം ഒത്തുതീർപ്പിനാണല്ലോ ശ്രമിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? ഇതില് പിന്നെ ഇപ്പം താമരശ്ശേരി നമ്മളേറെ വേദനിപ്പിക്കുന്ന ഷിബില ആ ഷിബിലയുടെ കേസിൽ അവര് നിലവിൽ പരാതി കൊടുത്തിട്ടും പോലീസ് അതിൽ ആക്ട് ചെയ്തില്ല. അപ്പോൾ പോലീസ് ഈ വിഷയത്തിലൊക്കെ നിരവധി വിഷയങ്ങൾ സഹോദരിമാരൊക്കെ നമ്മളോട് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുവന്നൂരാന്ന് തോന്നുന്നു, മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട ആളുകളെ പിടിച്ചു കൊടുത്ത ക്ലബ് അംഗങ്ങൾക്ക് നേരെ വധഭീഷണി. ഇപ്പോൾ ഒരു ചാരിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ച എനിക്കെതിരെ വധഭീഷണി. അങ്ങനെ നിരന്തരം ഈ അടുത്ത് ചേവായൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു സഹോദരി പോയിട്ട് ഭീഷണിയായിട്ട് പോയിട്ട് അത് ഒരു വിഷയം. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ എല്ലാ പോലീസുകാരെയും ഞാൻ പറയുന്നില്ല, ചില പോലീസുകാർ അതാദ്യം ഒത്തുതീർപ്പാക്കുക, വിളിച്ചു വരുത്തുക, എന്നിട്ട് സംസാരിക്കാൻ നോക്കുക. ചിലത് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നില്ല, ചിലത് പറയുന്നത് ഭീഷണി ഞങ്ങൾക്ക് കേസെടുക്കാനോ ഒന്നും നിർവാഹമില്ല, നിങ്ങളത് കോടതിയിൽ കൊടുത്തിട്ട് വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം സ്വന്തം അനുഭവമാണല്ലോ. ഒരാൾ എന്നെ വിളിച്ചിട്ട് പൊതു അങ്ങാടിയിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ ആ വിഷയം കേസ് കൊടുക്കുമ്പോൾ അല്ലെ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ പോലീസ് പറയുന്നത് നിങ്ങൾ കോടതിയിൽ പോയി വരും, ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഒരു മനുഷ്യന് ഒരു വിഷമഘട്ടത്തിൽ ആരോടാണ് പറയേണ്ടത് എന്നുള്ളത് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ചോദ്യം മനുഷ്യന്മാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, എന്താണ്, എത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അത് നിർബന്ധമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു വക്കീലിനെയൊക്കെ ആക്കി കോടതിയിൽ പോയി കോടതിയുടെ അനുമതിയോടെ അല്ലെങ്കിൽ കോടതിയുടെ ഡയറക്ഷനിൽ മാത്രമേ ഇത്തരം കേസുകൾ എടുക്കാൻ പറ്റൂ, അന്വേഷിക്കാൻ പറ്റൂ എന്ന് പോലീസുകാർ പറയുമ്പോൾ അതിനുശേഷം ഈ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുകയല്ലേ. ഭീഷണി എന്ന് പറയുന്നത്, മയക്കുമരുന്ന് മാഫിയയുടെ ഭീഷണി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തമാശ കളിക്കുന്നത് പോലെയുള്ളൊരു സംഭവമല്ല. അത് അവർ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് കാണാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. അത് തയ്യാറാകാത്തത് ഇപ്പൊ എന്റെ വിഷയത്തിൽ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കമ്മീഷണറെ നേരിട്ട് കണ്ട് സംസാരിച്ച് പരാതി കൊടുത്തു. 2-3 പ്രാവശ്യം അദ്ദേഹത്തോട് ഫോണിലും സംസാരിച്ചു. അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് വളരെ എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിലാണ് കോഴിക്കോട് പോലീസ് കമ്മീഷണർ വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷെ താഴെക്കടയിലേക്ക് പോലീസ് അത് ചെയ്യുന്നില്ല. ഇപ്പൊ പരാതിക്കാരായ സ്ത്രീകളായാലും ആരായാലും അവർ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും പ്രതികൾക്ക് തീരെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരിക പോലും വേണ്ട എന്നുള്ള സ്ഥിതിവിശേഷം ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് കൂട്ടി ഞാൻ പറയാണ്, ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാ യുവദമ്പതികൾ കോഴിക്കോട് അങ്ങാടിയിൽ കൂടി പോവാ, ബൈക്ക് പോവാ. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ നിന്നപ്പോൾ ഭാര്യയോട് ബൈക്കിൽ വന്ന 3 പേര് മോശമായിട്ട് പെരുമാറുക. സ്വാഭാവികമായിട്ടും ഭർത്താവ് ചോദ്യം ചെയ്യൂലേ, ഇറങ്ങി അടിക്കുക. അടിച്ചിട്ട് അവർ കൺട്രോൾ റൂമിൽ പോകുന്നു, ട്രാഫിക് സ്റ്റേഷനിൽ പോകുന്നു. രാത്രിയാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരൊന്നും കേസെടുക്കാനോ ഒന്നും സപ്പോർട്ടോ ചെയ്യാതെ നിങ്ങൾ നടക്കാവ് സ്റ്റേഷനിൽ പോയി കൊടുക്കും, പരിധി അതാണ് എന്ന് പറഞ്ഞു വിടുകയാണ്. അവരുടെ ഒരു വിഷമങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പം നമ്മുടെ നിയമപാലകർ ആർക്കൊപ്പമാണ് എന്നുള്ള ചിന്ത ആ കുട്ടിക്ക് വരികയല്ലേ. ആ കുട്ടികൾ അതോടുകൂടി ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയി. പിന്നെ നമ്മളൊക്കെ അറിഞ്ഞ സമയത്ത് നമ്മളത് പറയുകയും പിറ്റേന്നാണ് ആ വിഷയത്തിൽ കേസെടുക്കുകയും പോലീസ് എന്ത് ചെയ്യുന്നത്, പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വലിയൊരു വിഷമമാണ്. അതിന് ശേഷം ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പം പുതിയ നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് എവിടെയും പരാതി കൊടുക്കാം, പരാതിക്കാർക്ക് സ്റ്റേഷൻ നോക്കേണ്ട കാര്യങ്ങളില്ല, അത് അടുത്ത സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം എന്നുള്ളൊക്കെ ഒരു സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാനത് പറഞ്ഞ സമയത്ത് ഒന്ന് കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ഇൻസിഡന്റുകൾ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കുന്നത്, ഈ ഇത്തരത്തില് നമ്മളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് നമ്മുടെ അവസാനത്തെ അത്താണി എന്നുള്ള നിലയ്ക്കാണ്. എന്നിട്ട് പോലീസുകാർ ഇത്തരത്തിൽ കേസെടുക്കാൻ മടി കാണിക്കുമ്പോൾ ആളുകൾക്ക് നിയമ സംവിധാനങ്ങളോട് പിന്നെ ഒരു താല്പര്യമില്ലാതാവുകയും ആളുകൾ പിന്നെ പരസ്പരം ആക്രമിക്കുന്നില്ല, പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പോലീസ് പറയുന്നത് ഞങ്ങൾ എല്ലാത്തിനും കേസെടുത്താൽ ഞങ്ങൾ ഇതിന്റെ പിറകെ നടക്കണം അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ല. നമ്മൾ അത് കാണാതെ നമ്മൾ പറയാൻ പാടില്ല. അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട സർക്കാരുകളാണ്.
പോലീസ് സ്റ്റേഷനിൽ ആവശ്യത്തിന് ആളില്ല എന്നുള്ള സത്യം നിലനിൽക്കെ നമ്മുടെ സഹോദരിമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ചെന്ന് അഭയം തേടുമ്പോൾ അവരെ സഹായിക്കാൻ ഉത്തരവാദിത്തം നമ്മുടെ പോലീസിലുണ്ട്. അതെനിക്ക് ആ വിഷയത്തിൽ പറയാം. വേറെ കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ അല്ലെ ഒരു പൗരൻ അഭയമായി എനിക്ക് ആശ്വാസം കിട്ടും, എനിക്ക് സംരക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു ചെല്ലുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ആശാവഹമായ അവരെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും അവർക്കുള്ള എന്താ പറയുക പ്രൊട്ടക്ഷനും കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസ് തന്നെ ചെയ്യണം. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പോലീസുകാർ കേസെടുക്കാൻ മടി കാണിച്ചത് കാരണമാണ് ഈ ഷിബില എന്ന് പറയുന്ന താമരശ്ശേരിയിലുള്ള ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം പോലും നഷ്ടമായതെന്നാണ് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത്. പോലീസുകാർ ഇത്തരത്തിൽ തങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് പറയുകയും അതേസമയം വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ഒത്തുതീർപ്പ് എന്നുള്ള പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അറുതി വരേണ്ടതുണ്ട്. നമ്മുടെ സഹോദരിമാർക്ക് മാത്രമല്ല, ഈ നീതി ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.